കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് ഏറ്റവും ഗതികെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ചെന്നൈയിൻ എഫ്സിയുടെ ആരാധകർ വിശ്വസിക്കുന്ന അവരാണ് ഏറ്റവും ഗതികെട്ടവരെന്നാണ്. അവർക്ക് 2 ISL ടൈറ്റിലുകളുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഇന്നലത്തെ ചെന്നൈയിൻ എഫ്സിയുടെ പ്രകടനം എടുത്ത് നോക്കുകയാണെങ്കിൽ 7ഓളം താരങ്ങൾ സ്വന്തം ഹാഫിലായിരുന്നു ചെന്നൈയിൻ എഫ്സിക്ക് വേണ്ടി കളിക്കുന്നത്. എന്നിട്ട് അവർക്ക് 13ഓളം ഷോട്ടുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു, 2 ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു. അതൊന്നുമല്ല ഏറ്റവും കൂടുതൽ ചെന്നൈയിൻ എഫ്സിയുടെ ആരാധകരെ സങ്കടപ്പെടുത്തുന്നത് ആകാശ് സംഗ്വാന്റെ പ്രകടനമാണ്. പിന്നെ ആദ്യ മത്സരത്തിൽ ഏറെ കൊട്ടിഘോഷിച്ച പ്രീതം കോട്ടാലിന്റെ ഡിഫൻസീവ് എററുകളും അവരുടെ പരാജയത്തിന് കാരണമായി. അതവിടെ നിൽക്കട്ടെ. സംഗ്വാന്റെ കാര്യം പറയാനാണെങ്കിൽ 2022 ചെന്നൈയിൻ എഫ് സി തിരികെ സംഗ്വാനെ സൈൻ ചെയ്യുന്നു, അവിടെ കളിക്കുന്നു. പിന്നുള്ള സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്ത ഡിഫൻഡറായിട്ട് മാറിയത് ആകാശ് സംഗ്വാൻ ആയിരുന്നു. അതേ ആകാശ് സംഗ്വാനെ ഫ്രീ ഏജന്റ് ആയിട്ട്, അതായത് 1 രൂപ പോലും ട്രാൻസ്ഫർ ഫീസ് വാങ്ങിക്കാതെ ചെന്നൈയിൻ എഫ് സിയിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഗോവയിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഗോവയ്ക്ക് വേണ്ടി കളിച്ച സംഗ്വാൻ ചെന്നൈയുടെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നു. സോ തങ്ങളുടെ കയ്യിലിരുന്ന ആ ഒരു പവിഴത്തിനെ വെറുതെ കൊണ്ട് കളഞ്ഞതിന്റെ കുറ്റബോധം ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകർക്ക് ഒരു വശത്ത്, അത് തന്നെ വന്ന് അവരുടെ നെഞ്ചത്ത് ആണിയടിച്ച് വിടുന്നത് മറ്റൊരു സങ്കടം. മൊത്തം നോക്കുമ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകർ ഇപ്പം നല്ല സങ്കടാവസ്ഥയിൽ തന്നെയാണ്.